This is my daddy. പറയൂപ്പാ എന്താണ് ഈദായിട്ട് പരിപാടികൾ? ഒന്നില്ല, ഒരു ബിരിയാണി കഴിക്കുന്ന ചിക്കൻ പൊച്ചുണ്ട്, പയർ നിറച്ചുണ്ട്. നിങ്ങളെ പീഡിയത്താരി വരുന്നുണ്ടോ? ഇപ്പറിയാ പീഡിയത്താരി വിളിച്ചിട്ടോന്ന് ഇപ്പറിയാ? സത്യം പറഞ്ഞോ? ആരോ ഒരാള് വിളിച്ച് നോക്കാം, ഗ്യാപ്പ് നോക്കിട്ട്. എന്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ കേക്കട്ടെ. നാട്ടിലെന്ത് വിശേഷം? എന്തോ നാട്ടില് സുഖ വിശേഷം. നാട്ടില് സുഖാട്ടോ. അത്രേ ഉള്ളൂ. പറ, എന്റെ വ്ളോഗേഴ്സിനോട് എന്താ പറയാനുള്ളേ? എത്ര ആൾക്കാരുണ്ടെന്നറിയോ? 4500 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിനകത്ത്. എന്താ പറയാനുള്ളേ? അവർക്കൊക്കെ ഈദുലാശംസകൾ. ഈദുലാശംസകൾ. ഇതാണ് എന്റെ പെരുന്നാൾ ഡ്രസ്. ഒന്ന് കാണിച്ചെടുക്ക്. കാണിക്ക്. അല്ല പണങ്ങല്ലേ. ആരെങ്കിലും വെള്ളം എടുക്കടോ പെരുന്നാളിന്? ഇതുപിടി ഉസ്താമാരൊക്കെ വെള്ളേ. മൈക്ക്, എന്റെ പുതിയ മൈക്ക്. പൈസ നോക്കില്ല, പൊട്ടിക്കല്ല. പൈസ നോക്കിയില്ല, ഞാനിവിടെ വാങ്ങി. അത് വെക്കാറിയോ? വെള്ള ഷർട്ട് ഇന്ന് എന്തിനാണ് താൻ വാങ്ങിയത്? സമാധാനത്തിന്റെ നിറമാണ് വെള്ള. വേറൊരു കളറും കിട്ടിയില്ല. എന്തൊക്കെ പാറ്റേൺ ഉണ്ടോ സ്ട്രീറ്റിനകത്ത്? എന്തൊക്കെ സാധനം ഉണ്ട്? എന്നിട്ട് എന്തിനത് മാത്രം വാങ്ങിയത്? എന്താ പ്രശ്നം എന്താണ്? നടക്കൂല കൊണ്ട് ഇത് നടക്കൂല. തമാശല്ല. പെർഫ്യൂം ഒക്കെ കാണിച്ചെടുക്ക്. പെർഫ്യൂം ഒന്നും ഇല്ല. പെർഫ്യൂം കാണിച്ചെടുക്ക്. പെർഫ്യൂം ഇല്ല മോളെ. ഇപ്പൊ നന്നായിട്ട് പെർഫ്യൂം ഉണ്ടാക്കും. ആയിക്കോട്ടെ. എനിക്കൊരു പെർഫ്യൂം ഉണ്ടാക്കി തരാല്ല. ഇതാണ് ഇവന്റെ പെർഫ്യൂം. കാണിച്ചെടുക്കട്ടെ. എന്നാ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു പെർഫ്യൂം കാണിച്ചോണ്ടാ? കാണിക്ക്. ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു പെർഫ്യൂം കാണിച്ചോണ്ടാ? മൊയിന്തളിക്കല്ലോ, ഒന്ന് എടുത്ത് കാണിക്ക്. ഇതാണ് ഇവന്റെ സ്വഭാവം. നമുക്ക് ഇവനെ കൂട്ടിയിട്ട് വ്ളോഗ് വേണ്ടട്ടെ ഗൈസ്. സ്വഭാവം മനസ്സിലായില്ലേ? വലിയൊരു ശരീരം ഉണ്ടെന്ന് മാത്രമല്ല, ഒരു മനസ്സില്ല. വൃത്തികെട്ട ചെറുക്കൻ. ഞാൻ അങ്ങനെ തന്നെ ഇടോ എന്റെ യൂട്യൂബിനകത്ത്. ഇടൂ എന്തായാലും ഇടൂ. ഓക്കെ ഗൈസ്, പമ്പിള് നന്നായി ഉണ്ട്. പെർഫ്യൂം കാണിച്ചു തരാം. അതിടൂ. ഇതേതാ മണം നോക്കട്ടെ കേട്ടോ. അയ്യോ, ഇതേതാ സാധനം? സുപ്രമൻസി ഇന്റൻസ്. ഒന്ന് ചിരിച്ചാളേ. നിജുക്ക ചിരിക്കുന്ന ഇഷ്ടം. അങ്ങനെ ഈ ഒരു പെർഫ്യൂം ഉണ്ടാക്കി ഏകദേശം എത്ര സമയം എടുക്കും? ഒരു പെർഫ്യൂം ഉണ്ടാക്കി ഏകദേശം എത്ര സമയം എടുക്കും? ഒരു പെർഫ്യൂം ഉണ്ടാക്കാൻ മാക്സിമം ഒരു 10 മിനിറ്റ്. ഒരാളിപ്പോ എനിക്ക് സെന്റ് തന്ന് ആ സെന്റിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ സുധിച്ചേട്ടന്റെ ഉണ്ടാക്കിണ്ടല്ലോ, മരിച്ചുപോയേ രേണുസുധീന്റെ. ഉണ്ടാക്കാൻ പറ്റും, ചിലവർക്ക് പറ്റും. പക്ഷെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വേറെ തന്നെ. പക്ഷെ ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷെ അതൊക്കെ ഭയങ്കര ലാസ്റ്റിങ്ങും തേങ്ങൊന്നും കിട്ടൂല. ഞാൻ അടിച്ചിട്ട് പോവാ. ആ മണം കിട്ടിയാ കിട്ടി. നമ്മൾ എനിക്ക് വേണ്ടിട്ട് ഷോപ്പിടാൻ വേണ്ടി പ്ലാൻ ചെയ്യണ്ട. ഷോപ്പിന്റെ പേരെന്താണെന്നറിയോ? എന്താ പേര്? അത്തർ നിജു. നെഞ്ചുക്കുള്ളിൽ എന്താ മനസ്സിൽ വേറെ പേരുണ്ടോ? ഷോപ്പിന് പേര്? ഷോപ്പിന് പേരൊന്നുമില്ല, റസിയാന്നിടാൻ. കേട്ടോ നിങ്ങളെ പേരിടാന്ന്? എന്റെ പേരായിക്കോട്ടെ. ഫാത്തിമേ. ഉമ്മന്റെ പേര് ഫാത്തിമാടോ? അന്റെ ഉമ്മന്റെ പേര് റസിയ കെ പെർഫ്യൂം. അമ്മ ഇങ്ങനെ ഇട്ടാലോ? അല്ലത്തർ നിജു. ഞാൻ മറ്റേ വീഡിയോ കേൾക്കാം. ഇല്ല, വീഡിയോ എന്തായാലും ഇടും. എന്താ പറ്റി? പുതിയ വാച്ചൊക്കെ? അയ്യോ, വാച്ചല്ല, പുതിയ വാച്ച്. കാക്കാപ്പുള്ളി എന്തോ സാധനം ഉണ്ട്. കാക്കാപ്പുള്ളി കയ്യിൽ വന്നാ പൈസ കിട്ടും. വരട്ടെ. പൈസ എന്റെ അടുത്ത് പോവാന്നല്ലാണ്ട് ഒന്നും തിരിച്ചു തന്നിട്ടില്ല. ഒരു 1000 രൂപ ഉണ്ടാവും, അത് തരാം. 1000 രൂപ ഞാൻ ഗൂഗിൾ പേന്റെ അകത്ത് എണ്ണി നോക്കിയാ അറിയാ എത്ര എനിക്ക് തരാണ്ട്. ഈ എണ്ണീട്ട് വന്നാല് ഇരുന്ന് ഞാൻ എണ്ണു. എന്റെ ലക്ഷ്യങ്ങളെ കണക്കായിരിക്കും ഇവിടെ ഉണ്ടാവുക. എന്ന് വീട്ടു എന്തൊക്കെ വീട്ടാണല്ലോ. ഇന്റെ ഇത്താത്തല്ലേ?
കണ്ടല്ലോ, ഇതാണ്. ഇത്താത്തമാർ ഇങ്ങനെയൊക്കെ ചെയ്യണോ? വായയിൽ കണ്ടില്ലേ, ഞാനല്ലാതെ പിന്നെ ആര്? അങ്ങനെ പറയും. നമ്മളെ കിച്ചണിലേക്ക് പോവാം. നമ്മളെ ചിക്കൻ പൊരിച്ചത് ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പുറത്താണ് അടുപ്പ് കൂട്ടിയിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് തീ. അപ്പം അതിനെ കൊണ്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇമ്മച്ചി എന്തായി കുറച്ച് ചക്ക എനിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഭയങ്കര മധുരമായിട്ട് നല്ല മണക്കുള്ളൊരു ചക്ക, സെറ്റ് ചക്കാണ്. നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് ടേസ്റ്റ് ചക്ക. ഇതൊക്കെയാണ് കേട്ടോ മിസ് ചെയ്യണേ. അതായത് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ നല്ല ഫുഡൊന്നും കിട്ടില്ല. നല്ല ഫുഡ് കിട്ടും, ആരെങ്കിലുമൊക്കെ കൈയിട്ട ചക്ക ആയിരിക്കും നമ്മൾ കിട്ടുക. ഇതാകുമ്പോൾ നമുക്ക് ലൈവായിട്ട് വൃത്തിയുള്ള ചക്ക തിന്നാം. ഭയങ്കര മധുരം. ചക്ക വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഷ് ഉണ്ടാക്കി തരുമെന്ന് അമ്മച്ചിനോട് ചോദിക്കാം. കുറച്ച് ഹാർഡാണ്. മൈ മമ്മി ഈസ് കുറച്ച് മടിച്ചിയാണ്. സ്പെഷ്യൽ കുക്സ് നൈസ് ബിരിയാണി, മന്തി, അങ്ങനത്തെ ഐറ്റംസ്. സ്നാക്സ് ഐറ്റം ഉണ്ടാക്കാൻ മുപ്പത്തേക്ക് കുറച്ച് മടിയാണ്. സോപ്പിടണം, എന്നാൽ സെറ്റാക്കി തരും. ചക്ക തിന്ന് ഞാൻ വയറ് നിറയ്ക്കും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കുറേ ഈച്ച, ഫുൾ ഈച്ച ആണ് കേട്ടോ. ഇതാണ് വേറൊരു സാധനം. ചക്കയും വാങ്ങി വന്നാൽ അവിടെ ഈച്ച ആയിരിക്കും, ഈച്ച. അങ്ങനെ ഗംഭീരം. വെരി 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 ടേസ്റ്റി ചക്ക. ഗൈസ്, നിങ്ങൾ ഈ സ്ഥലം കണ്ടോ? ഞാൻ എപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ഉണ്ടാവും. ഇത് കണ്ടോ, അപ്പോൾ അവിടെ ഒരു വീട് പൊന്തി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് അവിടെ ഒരു വീടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്രാവശ്യം ഇതാ ഇവിടെ ഒരുപാട് വാഴകൾ വന്നു തുടങ്ങി. ഒരുപാടുണ്ടല്ലോ മാങ്ങ. ലൈവായിട്ട് നമുക്ക് മാങ്ങ പറക്കാം അപ്പുറത്ത് പറമ്പിൽ നിന്ന്. നമ്മളെ നെയ്ബർ ഭയങ്കര ഫ്രണ്ട്ലി നെയ്ബറാണ്. മൂപ്പരെപ്പോഴും മാങ്ങ, ചക്ക, തേങ്ങ ഒക്കെ ആയിട്ട് നമുക്ക് തരും. സോ നല്ലൊരു നെയ്ബർ നമുക്കുണ്ട്. പിന്നെ പാമ്പുകൾ, ഇഷ്ടംമാതിരി പാമ്പുകൾ. മൂർഖൻ, അണലി, ചേര, അങ്ങനെ കുറേ തരത്തിലുള്ള പാമ്പുകൾ നമ്മളുടെ ഗസ്റ്റുകളായി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പ് ഭയങ്കര കൂൾ പറമ്പാണ്. ഫുൾ ചെടികളായതുകൊണ്ട്, ഫുൾ ചെടികളും വാഴയും പച്ചപ്പും നിറഞ്ഞതായതുകൊണ്ട് പാമ്പുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നൊരു വിസിറ്റ് നടത്തും. ഹലോ, ഹായ് എന്ന് പറഞ്ഞൊരു പോകും. നമ്മൾ ഉപദ്രവിക്കലൊന്നുമില്ല, ഒരു ഉപദ്രവിക്കലൊന്നുമില്ല. ജസ്റ്റ് ദേ കം ആൻഡ് വിസിറ്റ് ആൻഡ് ഗോ. അതുകൊണ്ട് പാമ്പുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്ന വേറൊരു സാധനം. പിന്നെ വലിയ ശല്യമൊന്നുമില്ല. വെരി പീസ്ഫുൾ എൻവയോൺമെൻറ്റ്. നമുക്ക് ഇങ്ങനെ നമ്മളെ പണിയെടുത്തിട്ട് ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ തിന്നു ഇങ്ങനെ ഇരിക്കാം. യെസ് ഗായ്സ്, നമ്മളെ മമ്മി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മമ്മീൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കാം. നിലുവിൻ്റെ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ബലിപെരുന്നാൾ ആശംസകൾ. യെസ്, ഓക്കെ. ഇന്ന് എന്തൊക്കെയാ ഡിഷസ് കേൾക്കട്ടെ പെരുന്നാളായിട്ട്? ഇന്ന് ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, തൈര്, അച്ചാറ്, ചമ്മന്തി. ഗൈസിൻ്റെ അമ്മച്ചി നന്നായിട്ട് പാട്ട് പാടിട്ടോ. അപ്പം ഞാൻ എനിക്ക് ഇല്ല, എന്നെ പുതിയ മൈക്കൊക്കെ വാങ്ങിയതിന് ശേഷം എന്താ പറയുക, ഞാൻ അരിച്ച അമ്മച്ചിനെ കൊണ്ടൊക്കെ ഒരു പാട്ട് പഠിപ്പിക്കാമെന്ന്. എൻ്റെ മൈക്ക് പുതിയ മൈക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സൗണ്ടില്ല. ട്രൈ ചെയ്ത് നോക്കി. അമ്മച്ചിക്ക് പനിയാണ്, എന്നാലും നമ്മളൊന്ന് പഠിപ്പിക്കും. പാടി പാടോ, ഏതെങ്കിലും പാട് വെച്ചിട്ടുണ്ടല്ലോ. ഈ സ്റ്റേജിലൊക്കെ പോയി പാടും കേട്ടോ. മറ്റേ ചെറിയൊരു ഗ്രൂപ്പിൻ്റെ ഒക്കെ കൂടെ പാടുന്ന. അങ്ങനെ നമ്മളൊന്നും ചോദിച്ചാൽ പാടില്ല, വലിയ മെയിനാണ് നമ്മൾ ചോദിക്കുക. ഒരു പാട്ട് പാടാൻ പറ്റുമോ? സൗണ്ട് ക്ലിയർ അല്ല, എന്നാലും ചെറിയ 2 വരി. ഓ ഡിമാൻഡ്. ഇതായാലും നമുക്ക് കേൾക്കാട്ടോ, നോക്കാം. ഇന്നും നിനക്കായി പാടാം, എന്നെ നിനക്കായി നൽകാം. കണ്ണിൽ നീയേ, നെഞ്ചിൽ നീയേ, ഓർമ്മയിൽ നീ മാത്രമെന്നും. നീയില്ലാതെ ഞാനില്ല തോഴാ. സൗണ്ട് പോരാ, പനിയും ജലദോഷമാണ് കേട്ടോ. എന്താണ് നിങ്ങളെ ബ്യൂട്ടി സീക്രറ്റ് പറയും? ജിമ്മുണ്ട്. ജിമ്മ് ജിമ്മ് പോവാൻ തുടങ്ങിയാട്ടോ. ജിമ്മുണ്ട്, പിന്നെ വീട്ടിൽ തന്നെ ബാക്കി എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ യോഗ ചെയ്യും നന്നായിട്ട് കേട്ടോ ഗൈസ്, നന്നായിട്ട് യോഗ ചെയ്യും.
പിന്നെ ഫുഡ് എന്ത് കൺട്രോൾ ചെയ്യണ്ടോ? ഫുഡുണ്ട്. എന്താണ് ഈ മുഖത്തിന്റെ ഭംഗിന്റെ രഹസ്യം? എനിക്ക് കൂടെ വരാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത്. കാരണം കൂടെ പോയ ആൾക്കാരെ ഗിത്താത്താണോ എന്ന് കേട്ട് കേട്ട് മടുത്ത് ഞാൻ. നമ്മൾ ഫേസ് യോഗ ചെയ്യുക, പിന്നെ നന്നായിട്ട് ഫുഡ് ഹെൽത്തിനായിട്ടുള്ള ഫുഡ് കഴിക്കുക, പിന്നെ ജിമ്മ് വർക്കൗട്ട് ചെയ്യുക, ഇത്രയൊക്കെ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളു. പിന്നെ ജനറ്റിക്സ് ആണ് അല്ലേ? അപ്പൊ ഞാൻ 45-50 വയസ്സാകുമ്പോ ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും വിചാരിക്കും. അപ്പൊ ഞാൻ 50 വയസ്സാകുമ്പോ ഇങ്ങനെ ഉണ്ടാവും. അതെ. അപ്പൊ ഞാൻ ഇപ്പൊ 20-ാമത്തെ വയസ്സിൽ ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 20-ാമത്തെ വയസ്സിൽ ചെയ്യണമെന്ന് എന്റെ കൂടെ പിടിച്ചിക്കാൻ ഞാനാണ് എത്താത്തെന്ന് ചോദിക്കുന്ന ചോദ്യം വരും. നിങ്ങൾ 20-ാമത്തെ വയസ്സിൽ ചെയ്തില്ലല്ലോ. അപ്പൊ പിന്നെ ഞാനും ചെയ്തിട്ട് കാര്യമില്ല. 40 വയസ്സിൽ 50 വയസ്സിൽ ഇങ്ങനെ ആവെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇനി ചെയ്യണം ഗൈസ്. കാരണം നമുക്ക് ഓരോ അസുഖങ്ങൾ വരുന്ന ടൈമാണ്. അപ്പൊ നമ്മളൊരു 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ രോഗികളായി മാറുന്ന ഒരു ടൈമാണ്. അപ്പൊ അതിന് വേണ്ടി ഫേസ് യോഗ, ബോഡിക്ക് വേണ്ടി യോഗ, അതുപോലെ തന്നെ വീട്ടിൽ നന്നായിട്ട് ഫേസിന് കാര്യങ്ങളൊക്കെ വേണ്ടിയതൊക്കെ ചെയ്ത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക. ഹെൽത്ത് നല്ല ഇതിലായിരിക്കുക, ഹാപ്പി ആയിരിക്കുക ഏത് സമയത്തും. കണ്ടില്ല, വലിയൊരു മോട്ടിവേഷൻ ക്ലാസ് കിട്ടിയില്ലേ? ഇതാണ് അമ്മച്ചൻ്റെ പരിപാടി. ഇത്രേ ഉള്ളൂ കേട്ടോ, എൻ്റെത് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദമ്മ് പൊട്ടിക്കുന്ന വിഷ്വൽസ് ആണ്. യെസ്, ഇപ്പം നമ്മൾ നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെത്ര കിലോ അരിയാ? 2 കിലോ അരിയാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മളെ നെയ്ബറിനും നമ്മളെ ഫാമിലിക്കും നമ്മളെ ഗസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം ഇത്രയും 2 കിലോ സെറ്റ് ചെയ്തത്. യെസ്, ഇതാണ് നമ്മളെ ബിരിയാണീൻ്റെ റൈസ്. ഇതാണ് കായം. ഇതാണ് നമ്മളെ നാട്ടിൽ കായം എന്നാണ് പറയുക. ഞാനുണ്ടല്ലോ മമ്മ തലശ്ശേരി റെസ്റ്റോറൻറ്റ് പോയിട്ട് എന്ത് ചെയ്തെന്നറിയോ? നോക്കി, തലശ്ശേരി റെസ്റ്റോറൻറ്റ് പോയിട്ട് ഞാൻ കായം വേണമെന്ന് പറഞ്ഞു എക്സ്ട്രാ. അപ്പോൾ എനിക്ക് കറി എടുത്തന്ന്. ബാംഗ്ലൂർ തുടങ്ങാം, കച്ചവടം ഉറപ്പായിട്ട് കിട്ടും. ഞാൻ തന്നെ തിന്നോളാം, പൈസ എന്താ പറയുക. സൂപ്പർ. അപ്പോൾ അത് നമ്മളെ ബിരിയാണി, കായം, ചിക്കൻ പൊരിച്ചത്, തൈര്, അച്ചാർ, ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. യെസ്, ഇതാണ് എൻ്റെ അനിയൻ്റെ സമ്പാദ്യം. മിസ്റ്റർ ജയ്, പറയൂ എന്താണ് പറയാനുള്ളത്? വിളിച്ചതിൽ സന്തോഷം. പറയൂ എന്താണ് പറയാനുള്ളത്? എന്താണ്ട് പറയൂ, എന്തെങ്കിലുമൊക്കെ പറയണോ? വിളിച്ചതിൽ ഓൻ പറഞ്ഞായിരുന്നേ സന്തോഷം തന്നെ. സന്തോഷം തന്നെ. ഇന്നത്തെ ഫുഡ് ഗസ് ചെയ്യാമോ? ബിരിയാണി നടക്കൂ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഡിഷ്, ഏതാന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോ ഹാവ്. കട്ടുന്നില്ല, പൊക്കോ. ഇതിലേതാണ് ഞാൻ ഉണ്ടാക്കിയ സാധനം എന്നൊന്ന് പറയണം. പറയോ? വേറെ എന്തെങ്കിലും? ഓപ്ഷൻസ് എ, എല്ലാത്തിലും എൻ്റെ കൈയുണ്ട്. ഓപ്ഷൻ ബി, ഒന്നിലും എൻ്റെ കൈയില്ല. ഓപ്ഷൻ ബി, ചിക്കൻ പൊരിച്ചത്. ഓപ്ഷൻ ഡി, വെള്ളം. വെള്ളോ വ്ളോഗ് ഞാനുള്ളത് ഇതിലേതിലാണോ? കോഴി പൊരിച്ച് വെള്ളം. The answer is വെള്ളം. ഞാൻ ഇതിലൊന്ന് കൈ കൂടി വെച്ചില്ലടോ. ഇതൊക്കെ എൻ്റെ ഉമ്മച്ചിൻ്റെ ഒക്കെ. പക്ഷെ ചെക്കന്മാർ പോവാണ് അല്ലേ? ഇനി എപ്പോഴാ കാണാം? അപ്പൊ ശരി ഗായ്സ്, ഈദ് മുബാറക്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഈദ് വ്ളോഗ് ഇവിടെ ഒഫീഷ്യലി അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പുറത്തൊന്നും പോയില്ല. കാരണം യൂഷ്വലി നമ്മൾ ഒരു ഈദ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ തന്നെയാണ്. നമുക്ക് ഗസ്റ്റ് ഉണ്ടാവും, ഫുഡ് കൊടുക്കും, ഓര് പോവും, നമ്മൾ ടയേർഡാവും, ക്ലീനിങ് ചെയ്യും, പിന്നെന്താ ചിലപ്പോൾ ഒന്ന് പെരുന്നാൾ ഡ്രസ്സ് എടുത്ത് ഫോട്ടോ എടുക്കും, സ്റ്റോറി കാണും, അങ്ങനെ അത്രയ്ക്ക്. അതല്ലാതെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. വേറെ വീഡിയോ കാണാം. ബൈ.